Eva and Esmia. Hello guys. Welcome to our channel Eva and Esmia. ഇന്ന് ഞങ്ങളുടെ പുതിയൊരു ടോയ് അത് പരിചയപ്പെടുത്താൻ വേണ്ടിട്ട് ഇതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു ഗെയിം ആട്ടാ. ഇതാണ് ആ ഗെയിം. ഇതിന്റെ ഇടയിൽ ഒരു ഓട്ടയുണ്ട്. ഇതിങ്ങനെ ഉണ്ട്. ഇതിങ്ങനെ ഇത് കളിക്കണ്ട. ഇതിക്കോടെ ഇങ്ങനെ വിട്ടിട്ട് ഇങ്ങനെ ഒന്ന് വിടും. അപ്പൊ ഈ ഓട്ടയെക്കോടെ ഇങ്ങനെ പോകും. അങ്ങനെ ഏറ്റവും ആദ്യം അവരവരുടെ സൈഡിൽ ഉള്ള കോയിൻസ് അങ്ങോട്ടേക്ക് ആക്കണ ആള് ജയിക്കും. ഇതാണ് കളി. പിന്നെയും കുറെ കളികളുണ്ട്. ഇതിൽ ഇങ്ങനെ പോയിന്റ് ഒക്കെ വെച്ചിട്ട് കളിക്കാൻ പറ്റും. 1 2 3 പോയിന്റ് ഒക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോ അപ്പി മീക്കുട്ടിയും ടീമാണ്. മീക്കുട്ടി കുഞ്ഞുകുട്ടി ആയതുകൊണ്ട് ഇങ്ങനെ വിടുമ്പി ഓട്ടോ കൂടെ പോവാറില്ല. അപ്പൊ അപ്പി മീക്കുട്ടിയും ടീമാണ്. ചേച്ചി ഒറ്റ. അപ്പൊ കളി തുടങ്ങാം. നമുക്ക് എല്ലാ കോയിൻസും ഈ സാധനത്തിന്റെ ബാക്കിക്ക് ആക്കൂ. റെഡി 1 2 3. ആദ്യത്തെ ഗെയിം നമ്മളുടെ ഏറ്റവും ആദ്യം നമ്മളുടെ സൈഡിലത്തെ കോയിൻ അപ്പുറത്തേക്ക് ആക്കണ ജയിക്കും. അതാണ് കളി. റെഡി 1 2 3 സ്റ്റാർട്ട്. നീ കുട്ടി അപ്പം ജയിക്കാറായിണ്ട്. രണ്ട് കളി കളിക്കാട്ടാ. ഈ സൈഡ് മാറിയിട്ട് അപ്പർ സൈഡ് മാറിയിട്ട് ചേച്ചി ഈ സൈഡ് തോക്കാറായി. ഇപ്പൊ റെഡി. ശരിയായില്ലല്ലോ. കടക്കാത്ത പെണങ്ങല്ലേ. അപ്പുറത്തേക്ക് അപ്പുറ സൈഡ്. അതെ ഈ സൈഡത്തെ കയറത്തിന് ലൂസ്. അത് കാരണം ചിലപ്പോ അമ്മൂസ് തോറ്റത്. അമ്മൂസ് സൂപ്പറായിട്ട് കളിക്കണതാ. എന്നാ ആദ്യത്തെ കളിയിലാണ് അമ്മൂസ് തോപ്പിച്ചതാ. മീകുട്ടി സൂപ്പർ തന്നെ. ഈ സമയത്ത് ഇപ്പൊ വീണ്ടും ഞങ്ങൾ സൈഡ് മാറിയിട്ടാ. റെഡി 1 2 3 സ്റ്റാർട്ട്. ഈശോ ചേച്ചി വിട്ടോടങ്ങി. ചേച്ചിക്ക് 1 2 അപ്പയ്ക്ക് 1 ആയിട്ടുള്ളൂ. മോളിൽ കൂടെ ചടാൻ പാടില്ല കേട്ടാ. ചേച്ചി അതാ എടുത്തോണ്ടെന്ന് മീൻകുട്ടിയെ. ഈ അപ്പുറത്തൊന്നും എടുത്തോണ്ടിട്ടുണ്ടോ വീണ സാധനത്തിന്? ചേച്ചിക്ക് കൊടുക്കത്. ചേച്ചിക്ക് നമ്മൾ കടത്തില്ലേ? പെണങ്ങല്ലേ. ഇടുവാ നമുക്ക് അടുത്തത്. ഇത് ലാസ്റ്റത്തെ കളിട്ടാ. ഇതില് ജയിക്കണം. ഒരാള് ജയിക്കുക. അപ്പൊ മീക്കുട്ടി ജയിക്കും. നമ്മൾ ജയിക്കുന്നു. ഒരോട് കളി ഉണ്ട്. സൈഡ് മാറ്റണ്ട. ചേച്ചി ആ സൈഡ് എടുത്തോട്ടെ. നമുക്ക് ഈ സൈഡ് തന്നെ മതി. റെഡി 1 2 3 സ്റ്റാർട്ട്. അങ്ങനെ തട്ടിടാൻ പാടില്ല. അത് ഫുൾ അങ്ങോട്ട് പോകണം. തപ്പന്നെ ആക്കിയ ഒരെണ്ണോടി വിട്ടിട്ട്. ഒന്ന് നീ കുട്ടിയെ എണ്ണിക്കോ. അയ്യോ 1. ആ 2. അപ്പക്ക് 2. അപ്പി മീ കുട്ടി 2. ഇങ്ങനെ ചാടിയിട്ടൊന്നും കാര്യമില്ല കേട്ടാ. മോളിക്കടോ എന്താ നിർത്തിയേ? കളിക്ക്. സ്പോർട്സ്മാൻ സ്പിരിറ്റോടുകൂടി കളിക്ക്. ആധികാരികമായി ജയിച്ചിരിക്കുന്നു. ചേച്ചിട്ടാണെങ്കിടാ ചേച്ചി പോലെ ഇനി ഒരു കളി ഉണ്ടില്ലേ? പോയിന്റ് വെച്ച് കളിക്കാണ്ട്. ചേച്ചി തോറ്റപ്പോ പിണങ്ങിപ്പോയിടാ. നമുക്ക് പോയിന്റ് വെച്ച് കളിക്കാണ്ടല്ലേ? തോൽവി അമ്മൂസായോ? നമുക്ക് പോയിന്റ് വെച്ച് കളിക്കാം. അപ്പൊ ആദ്യത്തെ കളിയില് അപ്പേരും മീക്കുട്ടിയും ടീം ജയിച്ചു.
അടുത്തത് രണ്ടാമത്തെ കളി. നമുക്ക് പോയിന്റ് ആയിട്ടുള്ള കളിയാട്ടാ. ഒരാൾക്ക് 10 വിടലുണ്ട്. 10 വിടലിൽ കടന്നാലും കടന്നില്ലേലും പോയിന്റ് ഉണ്ടും. 3 വന്നിട്ടുണ്ടെങ്കിൽ ഒരു പോയിന്റ്, 2 1. ഓക്കെ, റെഡി? 1 2 3 സ്റ്റാർട്ട്. അപ്പൊ അമ്മൂസ് സ്റ്റാർട്ട് ചെയ്തു. 10 വിടലിട്ടാ. റെഡി? 1 2 3 സ്റ്റാർട്ട്. 1 3 പോയിന്റ്. ഇത് ഞാൻ ഇങ്ങനെ കുറേ ടൈം. സെക്കൻഡ് മൂന്നാമത്തെ കഴിഞ്ഞു. നാലാമത്തെ കഴിഞ്ഞു. അഞ്ചാമത്തെ കഴിഞ്ഞു. പിന്നെ നോക്കിട്ട് പതുക്കെ വിട്ടാ ഇനി സ്പീഡൊന്നും കൂട്ടണ്ട. 6 പതുക്കെ വിടറി. 7 വട്ടം കഴിഞ്ഞത്. അടുത്തടുത്ത് ചെയ്തു. നീ പതുക്കെ വിട, അറ്റം മുട്ടിക്കണ്ട. ഇത്തിരി പതുക്കെ, അപ്പൊ ഞാൻ കിട്ടും. 8 9 ലാസ്റ്റ് 2 അല്ലേ, 3 എടുത്ത നീ. അപ്പൊ നിനക്ക് 6 പോയിന്റ് ഇട്ടാ. അപ്പൊ ഞങ്ങൾക്ക് 6ന്റെ മുകളിൽ കിട്ടിയിരുന്ന ജയിക്കൂട്ടാ. 1 2 3 സ്റ്റാർട്ട്. 1 പോയിന്റ്. അത് ചിലപ്പോ തട്ടിട്ട് ഞാൻ 3 അല്ലേ? എത്ര? 3 4 ആയിട്ട് 4 ആയിട്ടുള്ളൂ. അത് കൂട്ടുന്നു. 6 7 8 9 ജയിച്ചുട്ടാ. നിന്റെ അടുത്ത് ഞാന് പതുക്കെ വിടാൻ പറഞ്ഞല്ലേ. ഇനി അടുത്തത് സർക്കിളിലേക്ക് വിടാൻ വേണ്ടി കാണങ്ങല്ല നീ. നമ്മൾ അടുത്ത കളി കളിക്കാൻ പോവാണ്. അടുത്ത കളി സർക്കിള് വെച്ചിട്ടാണ്. ഈ സർക്കിള് വെച്ചിട്ട് സർക്കിള് 3 2 1 പോയിന്റ് എഴുതിയില്ല. അതിനനുസരിച്ചാണ്. ഇപ്പൊ ഒരാൾക്ക് 10 വിടലാണ് ഉണ്ടാവാട്ടാ. അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം. ഈ കളി അപ്പല്ലാട്ടാ കളിക്കണേ. അപ്പൊ റഫറിയാണ്. മിയക്കുട്ടിയും ചേച്ചിയും തമ്മിലെ കളിക്കണം. ഓക്കെ, അപ്പൊ ചേച്ചി ആയിട്ടാ കളിച്ചോളൂ. അപ്പം എണ്ണാട്ടാ. 10 വരെ എണ്ണാട്ടാ. 1 2 3 ഇതൊന്നും കളിക്കണില്ല. 4 5 ഇന്നുണ്ട് 5 6 നീ കുട്ടി ഇത് ജയിക്കോ. 7 8 കൈനിക്ക് 9 കോയിൻ മാറ്റി നോക്കി. വേറെ കോയിൻ വെച്ച് നോക്കി. ലാസ്റ്റത്തെ 10. അപ്പൊ മീക്കുട്ടി ഒരെണ്ണം കടത്തി മീക്കുട്ടി ജയിക്കും. മീക്കുട്ടിയും കടത്താൻ അറിയാമെന്നുള്ളത് സംശയമാണ്. ഇവിടെ തന്നെ വിടാം. ഇവിടുന്ന് അങ്ങോട്ട് വിടണ്ട. അപ്പൊ സ്റ്റാർട്ട് ചെയ്തോ. 1 10 പ്രാവശ്യം വിടാം. ഇത് അങ്ങനെയല്ല ഡിക്ക് ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ വരും. ഇത് അപ്പം അടി ഇതാക്ക്. ഇനി പൂ. കടത്തണ അപ്പുറത്തേക്ക്. കുട്ടി ജയിച്ചു. അപ്പൊ ഈ കളിയിൽ മീക്കുട്ടി ജയിച്ചു. നമുക്ക് എൻഡിങ് പറയാനായിട്ട് ചേച്ചിയില്ല. വാ എവിടെ ഇരിക്കും. നമുക്ക് എൻഡിങ് പറയാൻ ചേച്ചി പണങ്ങിപ്പോയി. അപ്പൊ എല്ലാ കളിയിലും മീക്കുട്ടി ജയിച്ചിരിക്കുകയാണ്. ശരിക്കും ചേച്ചി സൂപ്പറായിട്ട് കളിക്കട്ടെ. ഇത് ഭാഗ്യം കൂടി ഉണ്ട്. അത് കാരണം ചേച്ചി അടിപൊളിയായിട്ട് കളിക്കണതാ. ചേച്ചി അപ്പനൊക്കെ വലിയ തോപ്പിച്ചിട്ടുള്ളതാ ഞങ്ങളെ മുമ്പ് കളിച്ചപ്പോ. അപ്പൊ ഞങ്ങളുടെ ഇങ്ങനത്തെ വീഡിയോസ് ഇനി കാണാൻ വേണ്ടിട്ട് ഞങ്ങളുടെ ചാനല് ലൈക്ക് ചെയ്യാ, സബ്സ്ക്രൈബ് ചെയ്യാ. ബൈ ബൈ.